ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് 7ന്റെ പണിയും മേടിച്ച് വീടിനകത്ത് കിടന്ന് ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ നെവിൻ ഓരോ റൗണ്ട് ഓട്ടം കഴിയുമ്പോഴും മറ്റേ ബോഡി വന്ന് എഴുതണമല്ലോ, ബിഗ് ബോസ് ഞാൻ ഇനി ഉറങ്ങില്ല ബിഗ് ബോസ് എന്ന്. ഇത് എഴുതുന്ന സമയത്ത് നമ്മുടെ ചിഷിൻ ഒരു കാര്യമില്ല, വെറുതെ വന്ന് നമ്മുടെ നെവിനെ മാന്തിക്കൊണ്ടിരിക്കുക. ചിഷിന്റെ ചൊറിച്ചിൽ അവിടെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാനത്തിൽ ചൊറിച്ചിൽ സഹിക്ക വയ്യാതെ വന്നപ്പോൾ നെവിൻ ഒരു ഡയലോഗ് അടിച്ചു, മോനെ ചിഷിനെ, മറ്റേ തൊപ്പിയുടെ ടാസ്കിൽ നമ്മൾ 3 പേരും ഞാനും നീയും അവളും ആണല്ലോ ടീം. അപ്പം സൂപ്പർ പവർ കിട്ടുമല്ലോ നമ്മൾ ജയിച്ച. ആർക്കൊക്കെ സൂപ്പർ പവർ കൊടുക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. നിനക്ക് ഞാൻ ഇമ്മ്യൂണിറ്റി പവർ തരത്തില്ലടാ. നിന്നെ ഞാൻ ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് 3 ആഴ്ച ഇട്ട് കൊടുക്കും. നിന്നെ ജനങ്ങളെ ചവിട്ടി പുറത്താക്കൂടാ എന്നൊരു സാധനം നെവിൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ജിഷിന്റെ തലയൊന്ന് കറങ്ങി. ഈ ടാസ്ക് എന്തായാലും 100 റൗണ്ടൊന്നും ഓടേണ്ട വന്നില്ല. 10 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് മാമൻ പറഞ്ഞു, നെവിൻ കുട്ടാ നീ അകത്ത് വെക്കോ, പറഞ്ഞു വിട്ടു. അകത്തിരിക്കുന്ന നെവിന്റെ കീഴെ വന്നിട്ട് നൈസായിട്ട് ചിരിച്ച്, നെവിൻ മോനെ, എടാ ഞാൻ നിന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേടാ, നീ സുന്ദരനല്ലേടാ, നീ പാവല്ലേടാ എന്നൊക്കെ പറയുന്ന ഒരു ചിഷിനെ ഞാൻ കണ്ടു. അപ്പോൾ ചിഷിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് വന്ന സമയത്തുള്ള അനീഷില്ലേ, എല്ലാവരെയും ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയ അനീഷ് ഇപ്പോൾ ഗെയിം എല്ലാം മാറ്റി ബെറ്റർ ആക്കി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇവൻ അകത്തോട്ട് ചെന്നപ്പം അനീഷ് ഇങ്ങനെ ചൊറിഞ്ഞ് എല്ലാവരുടെയും ഫേവറേറ്റ് ആവുന്നത് കണ്ടുകൊണ്ടാണ് ജിഷിൻ അകത്തോട്ട് ചെന്നത്. അപ്പം ജിഷിന്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ എല്ലാവരെയും അങ്ങ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെടുത്ത് തലയെ വെക്കുമെന്ന. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ജിഷിൻ അവിടെ കിടന്ന് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജിഷിന്റെ പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാർ മിക്കവാറും നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിട്ട് പുറത്തേക്ക് തട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 32ന്റെ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡിൽ കാണിച്ച കാര്യമല്ല ഞാനിപ്പോൾ പറഞ്ഞത്, ലൈവിൽ വളരെ ഗംഭീരമായിട്ട് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എപ്പിസോഡിൽ കാണിച്ചത്. അതിന് ശേഷം നമ്മുടെ നെവിൻ്റെ കീഴെ പോയി നിന്ന് നൈസായിട്ട് സോപ്പിടുന്ന ജിഷിനെ ലൈവിലാണ് ഞാൻ കണ്ടത്. പിന്നെ അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. എപ്പിസോഡിൽ ഒരുപാട് ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്ന് കാണിച്ചിട്ടില്ല. നമ്മുടെ അപ്പാനിമാമൻ്റെ ചൊറിച്ചിൽ അതാണ് ബേസിക് ആയിട്ട് നമ്മളെ ഇന്ന് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇതൊന്നും അല്ല നമ്മളെ കാണിച്ചൊന്നും അല്ല, അതൊക്കെ വളരെ ജോക്കായിട്ട് തമാശ രീതിയിൽ അനുമോളെ ചൊറിയുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്തെ ഡയലോഗുകൾ അപ്പാനി അനുമോളോട് അടിച്ചിട്ടുണ്ട്. കാർക്കിച്ച് തുപ്പും നിന്റെ മുഖത്ത് എന്നുള്ള സാധനം വരെ അപ്പാനി പറഞ്ഞിട്ടുണ്ട് അനുമോളോട്. അപ്പൊ അതിലേക്കൊക്കെ വരാം. എന്താണെങ്കിലും പാട്ടിട്ട് രാവിലെ ഡാൻസ് ഒക്കെ കളിച്ചാണ് എല്ലാവരും എണീക്കുന്നത്. നമ്മളെ കാണിക്കുന്നത് അതിന് ശേഷം വൈൽഡ് കാർഡുകൾ, മറ്റേ പണിപ്പുര പോകുന്ന പരിപാടിയാണ്. വളരെ വൃത്തിയായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതിനെപ്പറ്റി, അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങും ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ആ ഒരു പരിപാടി, ആ ഒരു ടാസ്ക് കഴിഞ്ഞ് അവർ വരുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ നല്ല രീതിയിൽ നെവിനെ പൊട്ടിക്കുന്നുണ്ട്. അതായത് ഹിഡൻ ഡോർസ് ഒക്കെ, ഹിഡൻ മറ്റേ സ്ഥലങ്ങളൊക്കെ പണിപ്പുരയ്ക്കകത്തുണ്ട്, നീ എന്തുകൊണ്ട് അവിടെ വെച്ചില്ല എന്നൊക്കെ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ആ അക്ബർ തന്നെ പറയുന്നുണ്ട് നെവിനെ അധികം അകത്ത് കയറിയിട്ടില്ല പണിപ്പുരയിൽ, അതുകൊണ്ട് തന്നെ നെവിനെ അറിയത്തില്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. എന്താണെങ്കിലും നെവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. നെവിന്റെ കൂടെ ആ ഗെയിം സഹായിക്കാൻ കയറിയ ബിന്നി ഉൾപ്പെടെ നല്ല രീതിയിൽ ചെറുക്കനെ തള്ളുന്നുണ്ട്. അവൻ അകത്ത് ബെഡ്റൂമിൽ ചെന്നിട്ട് അവൻ കിടന്ന് പറയുന്നുണ്ട്, ഇവിടുത്തെ ഈ ഗ്രൂപ്പൊക്കെ ഞാൻ പൊളിക്കും എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ നെവിൻ സംസാരിക്കുന്നത് കേൾക്കാം, അവിടെ കിടന്ന് പറയുന്നത് കേൾക്കാം. എന്താണെങ്കിലും അത് കഴിയുമ്പോൾ മറ്റേ ബൗളും കൊണ്ട് നമ്മുടെ വൈൽഡ് കാർഡ്സ് വരുന്നു, ഒരു ചീട്ടെടുക്കുന്നു, ഒരു ദിവസം മുഴുവൻ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുക. പണി കിട്ടിയത് അനുമോൾക്കും നെവിനും. എന്താണെങ്കിലും അവർ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ അനുമോളുടെ പുറകെ നടന്ന് ചൊറിച്ചിലാണ് അപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും കൂടെയൊക്കെ കണ്ടന്റ് പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. വെറുതെ അനുമോളുടെ പുറകെ നടക്കുക, എന്ത് കാര്യത്തിന്? അകത്തുള്ളവർ തന്നെ അനുമോൾക്ക് മിക്കവാറും കപ്പെടുത്ത് കൈ കൊടുക്കുമെന്നാണ് എനിക്ക്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതായിരിക്കും സംഭവിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് വലിയ ഗംഭീരമായിട്ടുള്ള കണ്ടന്റുകളൊന്നും അനുമോൾ ഉണ്ടാക്കുന്നില്ല. അനുമോളുടെ മറ്റേ ഒറ്റപ്പെടല്, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എന്താണ് മറ്റേ ബൊമ്മ എടുത്ത് എറിയുമ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങൾ, അനുമോളുടെ കരച്ചിൽ, ഇതൊക്കെയാണ് അനുമോളുടെ കണ്ടന്റ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഗെയിം അനുമോൾ അടിപൊളിയായിട്ട് കളിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ ഗെയിം മറ്റേ തൊപ്പിയുടെ സാധനത്തിൽ പിന്നെ അനുമോൾ കുറച്ച് ആക്റ്റീവായിരുന്നു. അതല്ലാതെ വേറെ ഒന്നിലും അനുമോൾ അത്ര ആക്റ്റീവായി ഗെയിം കളിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെങ്കിലും കിരീട യുദ്ധം ആ ഒരു ഗെയിം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അക്ബറിന്റെ ടീഷർട്ടൊക്കെ വലിച്ചു കീറി എല്ലാം പോകുന്നുണ്ട്. നമ്മുടെ അനുമോളെ നമ്മുടെ രേണുവിനെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അക്ബർ ശ്രമിക്കുന്നുണ്ട്. അക്ബർ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും ഫൗള് ഗെയിമൊക്കെ ഉണ്ട്. അതായത് രേണുവിന്റെ തലയിലാണ്, ക്യാപ്റ്റൻ രേണുവിന്റെ തലയിലാണ് ക്യാപ്പ് ഇരിക്കേണ്ടത്. പക്ഷേ രേണുവിന്റെ തലയിലൊന്നും ക്യാപ്പ് അധിക നേരം ഇല്ല. 3/4 നേരവും നമ്മുടെ അക്ബറിന്റെ കയ്യിലാണ് ആ ക്യാപ്പ് ഇരിക്കുന്നത്. ഫൗളാണ്. പക്ഷെ എന്താണെങ്കിലും ബിഗ് ബോസ് അതൊന്നും അനൗൺസ് ചെയ്യുന്നില്ല. ഗെയിം നന്നായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഗെയിം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ബിന്നി, റണ ഫാത്തിമ ഇവർ തമ്മിൽ ഒരു ചെറിയൊരു കലിപ്പ് നടക്കുന്നുണ്ട്. ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പം ചെറിയൊരു വഴക്ക് പോലെ നടക്കുന്നുണ്ട്. റെന പറയുന്നുണ്ട് ബില്ലിയുടെ പല്ല് ഞാൻ അടിച്ച് താഴെ ഇടും. അത്
ആ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ തള്ളലും മുട്ടലും ആ ഒരു പരിപാടി കാരണമാണ് ഇവർ തമ്മിൽ, നല്ല രീതിയിൽ നടന്നിരുന്നവർ തമ്മിൽ വഴക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ബിന്നി പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെ നോക്കി കളിക്കുന്നവളല്ലേടി, നീ എന്നെ ചൊറിയാൻ വരണ്ട എന്നുള്ള സാധനമൊക്കെ ബിന്നി അടിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ലക്ഷ്മി ഒരിടത്തിരുന്ന് പറയുന്നത് കേട്ടു, ഈ ഒരു ഗെയിം ഭയങ്കര ഫിസിക്കൽ അസാൾട്ട് ആവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഫിസിക്കലായിട്ടാണ് കളിക്കുന്നത് എന്ന് ലക്ഷ്മി ഒരിടത്തിരുന്ന് പറയുന്നത് കേട്ടു. ഇത് നമ്മളെ കാണിക്കുന്നതിന്റെ തൊട്ടപ്പുറേ തന്നെ ആദില അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, ലക്ഷ്മി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, എന്റെ കാലെ പിടിച്ചു വലിച്ചു എന്നൊക്കെ ആദില പറയുന്നുണ്ട്. അതായത് പറയുന്ന എല്ലാവരും കണക്കാണ്, എല്ലാവരും നല്ല രീതിയിൽ ഫിസിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും പെരവാസ്തോലിയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അക്ബർ അപ്പുറം ഇരുന്ന് ആദിലയോടും പിന്നെ പ്രവീണോടും പറയുന്നുണ്ട്, അതായത് രേണുവിനെ പറ്റി. രേണു ചേച്ചി എൻ്റെ പൊന്നെ, എൻ്റെ മുടിയേ എന്നും പറഞ്ഞാണ് രേണു ചേച്ചി ഓടുന്നത്, വെപ്പുമുടി എല്ലാം കൂടെ ഊരിപ്പോകും എന്നൊക്കെയാണ് അക്ബർ പറയുന്നത്. ചേച്ചിയെ കൊണ്ടൊന്നിനും പറ്റത്തില്ല എന്നൊക്കെ അക്ബർ ഇരുന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, രേണുവിനെ കൊണ്ട് ഗെയിം ഒന്നും പറ്റുന്ന പരിപാടിയൊന്നുമല്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പാനിയുടെ ചൊറിച്ചിലാണ്. ഒരു രക്ഷയില്ലാത്ത ചൊറിച്ചിലാണ് ആ അനുമോളുടെ പുറകെ നടന്ന്. ഇവന് വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ നാട്ടുകാർ വെറുത്ത് അപ്പാനി അധികം വൈകാതെ പുറത്തു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെവിനോട് മിണ്ടരുതെന്ന് പറഞ്ഞാണ്, പക്ഷേ ബാത്റൂമിന്റെ സൈഡിൽ പോയി നമ്മുടെ മസ്താനിയോട് സംസാരിക്കുന്നതൊക്കെ കാണാം. നെവിന്റെ ഗെയിമാണ് സത്യം പറഞ്ഞ ഇതൊക്കെ. നെവിൻ ഒരു എന്റർടൈനർ ആയിട്ട് നല്ല രീതിയിൽ മാറുന്നുണ്ട്. ആളുകൾക്കെല്ലാം, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് നെവിനെ ഇഷ്ടമായിരിക്കും. കാരണം നെവിന്റെ ഒരു കുട്ടിത്തം പോലുള്ള എന്റർടൈൻമെന്റ് പരിപാടികൾ, അതിനകത്ത് നല്ല വൃത്തിക്ക് ആകെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് കാണിക്കുന്നത് നെവിൻ മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം ഇടിയും വാസ്തവ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ഷാനവാസ് അപ്പോൾ അനുമോളോട് തന്നെയാണ് പറയുന്നത്, നീ എൻ്റെ കൈ മൊത്തം മാന്തി പറിച്ചില്ലേടി, നീ എന്തിനാടി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, നിന്റെ പാവയെ ഞാനൊന്ന് എടുക്കാൻ വന്നാൽ നീ എന്നെ മാന്തി പറിക്കുക, ഞാൻ നിന്റെ പാവയെ എടുത്ത് ദൂരെ കളയുമോ. അപ്പൊ അക്ബർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അക്ബറും ഷാനവാസും ഒക്കെ വേറൊരു സ്ഥലത്തിരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഞാനോ ആര്യനോ അപ്പാനിയൊക്കെ ഡോളെ തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം അവള് കയ്യെ പിടിച്ച് മാന്തി കഴിഞ്ഞാൽ, കാരണം ഞങ്ങളത് എടുത്തെറിയും, നിങ്ങളെ എന്തിനാണ് അത് ചെയ്തതെന്നൊക്കെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് അനുമോളോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ നിനക്ക് വേണ്ടി നിന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ, ആ എന്നോട് നീ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അനുമോളോട് നല്ല രീതിയിൽ, നിനക്ക് ആകെ ഒരു ഗെയിമേ ഉള്ളൂ, നിന്റെ മറ്റേ പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുക, ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കളിക്കുക, നീ ഇങ്ങനത്തെ ഒരാളാണ്, നിന്റെ കൂടെ നടന്ന അല്ലെങ്കിൽ ക്യൂട്ട്നെസ് വാരി വേറി കളിക്കുക, നിന്റെ കൂടെ നടന്ന ഞാനാണ് മണ്ടൻ എന്നൊക്കെ നമ്മുടെ ഷാനവാസ് ഭയങ്കരമായിട്ട് അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾക്ക് പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല, അവിടെ നിന്നെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചൊന്നും പറയാനില്ല, എന്തു പറയാനാ, ഒന്നും പറയാനില്ല. പിന്നെ അനുമോൾ ഈ മാന്തി ബിച്ചി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഗെയിമിന്റെ ഇടയ്ക്കാണ്, ഗെയിമിന്റെ ഇടയ്ക്ക് ഇതൊക്കെ സംഭവിക്കും. ഷാനവാസ് അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ KP നമ്പൂതിരീസിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ജിസൈൽ, മറ്റേ ഏറ്റവും നല്ല പല്ലുള്ള, അത് വിന്നർ നമ്മുടെ ജിസൈലാണ്. പിന്നെ സ്പൈക്കുട്ടൻ വരുന്ന കാണിക്കുന്നുണ്ട്. സ്പൈക്കുട്ടൻ വന്നിട്ട് നമ്മുടെ നെവിനെ അങ്ങ് പൂട്ടുന്നുണ്ട്. നെവിൻ പഞ്ചസാര ഒളിപ്പിച്ച് വെച്ചേക്കാൻ നൈസായിട്ട് അങ്ങ് പൊക്കുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പാണ് അവിടെ ഉറക്കം നല്ല കനത്തിൽ ആര്യൻ, അതുപോലെ തന്നെ അനുമോള്, പിന്നെ നമ്മുടെ നെവിൻ, പിന്നെ ആരായിരുന്നു, എല്ലാവരും ഭൂരിഭാഗം ആളുകളും, കുറേ ആളുകൾ, ഇന്ന് 3-4 പേര്, ഇന്ന് മാത്രമല്ല കുറേ ദിവസങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓരോരുത്തർ ഉറങ്ങുന്നുണ്ട്. കട്ടിലിന്റെ പുറകിലും പിന്നെ മറ്റേ കുഷ്യന്റെ ഒക്കെ പുറകിലൊക്കെ പോയി ആര്യനൊക്കെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഉറക്കത്തിന്റെ പേരിൽ പിന്നെ ഈ ക്യാപ്റ്റൻ ഇതൊന്നും കണ്ടുപിടിക്കാൻ നടക്കുന്നില്ല, ആരാണ് ഉറങ്ങുന്നതെന്നോ അവരോട് പോയി പറയാനോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മാമൻ പണി കൊടുത്തത് ക്യാപ്റ്റനാണ്. ആ പണിയാണ് മറ്റേ രാത്രിയിൽ 100 റൗണ്ട് ഓടണം, അതുപോലെ തന്നെ മറ്റേ ബോർഡിൽ എഴുതുക വേണം എന്നുള്ളൊരു പണി നൈസായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൈൽഡ് കാർഡുകൾ 5 പേര് അവരുടെ കഥ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലേക്ക് അവരുടെ കഥകൾ, അതും ഒറ്റയടിക്ക് എല്ലാവരും പറഞ്ഞു പോകത്തില്ല, എല്ലാവരും കുറച്ച് കഥ വെച്ച് ഡെയിലി 5 പേരും കുറച്ച് അവരുടെ ജീവിത കഥകൾ പറഞ്ഞു പോവുക എന്നുള്ളൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ലക്ഷ്മിയുടെ കഥ കുറച്ച് കേട്ടപ്പോഴത്തേക്ക്, ലക്ഷ്മിക്ക് പണ്ട് ഒരുപാട് ട്രോമാസ് ലൈഫിൽ സ്വന്തം അച്ഛൻ്റെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ലക്ഷ്മി അവിടെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ജയിലിലേക്ക് ജിസൈലിനെയും അനുമോളെയും കൊണ്ട് തട്ടുന്നുണ്ട്. അവരവിടെ കിടന്ന് കുറേ കഥകൾ പറയുന്നുണ്ട്, ലൈവിലും ഒക്കെ കാണാം. രണ്ടുപേരും അനുമോളുടെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞ ഇപ്പോൾ പോകുന്നുണ്ട്, ഒരുപാട് പിഴവുകൾ പറ്റുന്നുണ്ട്, ചെയ്ത അബദ്ധങ്ങളൊക്കെ അനുമോൾക്ക് തന്നെ സമ്മതിക്കാൻ പറ്റത്തില്ല. സമ്മതിച്ചു കഴിഞ്ഞാൽ വലിയ മണ്ടത്തരമായി പോകും, നാട്ടുകാരെടുത്ത് വെച്ച് കൊടുക്കും. പക്ഷേ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ബാക്കിയുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മിണ്ടാതെ അങ്ങ് ഓടിപ്പോകുന്ന ഒരു അനുമോളെ ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മസ്താനി ഇന്റർവ്യൂ പോലെ ഒരു ചെറിയ പരിപാടിയുണ്ട്. നെവിനാണ് ഇരിക്കുന്നത്, അനുമോളും ജിസൈലും, 2 ക്യാരക്ടറിനെയും അവൻ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അനുമോളുടെയും ജിസൈലിനെയൊക്കെ ആകുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്, അനുമോളുടെ കരച്ചിലും പിന്നെ ജിസൈലിന്റെ മേക്കപ്പും അതൊക്കെ വെച്ചിട്ടാണ് നെവിൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നെവിൻ്റെ ഇങ്ങനെയുള്ള പരിപാടികൾ മാത്രമാണ് ആകെ അവിടെ ഉള്ളൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം ഇടിയും വരവാസ്തോലിയാണോ, അല്ലെങ്കിൽ പിന്നെ അനുമോളുടെ പുറകെ നടന്ന് ചൊറിയുക, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ
ബിന്നി അനുവിൻ്റെ അടുക്ക് ജയിലിലാണല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, അനുമോളെ നീ പറഞ്ഞിട്ടുണ്ട് നീ ആര്യൻ്റെ വയസ്സൊക്കെ, നീ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുന്നേ ആര്യൻ്റെ വയസ്സൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നിനക്ക് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്ന കാര്യമൊക്കെ ഇവിടെ ശൈത്യ പറയുന്നുണ്ട്. നീ അതുകൊണ്ട് അതിനകത്തൊന്നും ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട, ഇതൊക്കെ നിന്റെ ഗെയിം ആണെന്ന് നമുക്കറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ, നിങ്ങളുടെ കുഴപ്പം അത്, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നത് എന്നൊക്കെ അനുമോള് ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ അത് അനുമോള് ചോദിക്കുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ജിസയിലും ആര്യനും മറ്റേ ഒരു പുതപ്പിനടി കിടന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ പല കഥകൾ നമുക്ക് അറിയത്തില്ല, പല കഥകൾ ഉമ്മ വെച്ചു എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. എന്തിനാണ് അനുമോള് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകുന്നത്? നമുക്ക് അനുമോളോട് തിരിച്ച് ചോദിക്കാം, എന്തിന്? അതൊക്കെ എന്തിനാ നോക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ളവർ നീയും, അതായത് അനുമോളും ആര്യനും തമ്മിൽ എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോഴത്തേക്ക് അനുമോൾക്ക് അത് ദേഷ്യം വരുന്നുണ്ട്. അതുപോലുള്ള മറ്റുള്ളവർക്കും അല്ല, അനുമോൾ അതൊന്നും ചിന്തിക്കുന്നില്ല. അതൊന്നും ചിന്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ചിലപ്പോൾ അനുമോൾ ചിന്തിക്കത്തില്ല, കാരണം അനുമോളുടെ ഗെയിം അതല്ല. അനുമോൾക്ക് ഇതാണ് അനുമോളുടെ ഗെയിം. അനുമോൾ അത് ചെയ്യുകയും ചെയ്യും, അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ നെവിൻ്റെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ചുമ്മാ പോയി ചൊറിച്ചിലാണ് ഈ ജിഷിൻ എന്ന് പറയുന്ന ആള്. ഞാൻ പറഞ്ഞല്ലോ, ഈ അനീഷിനെ കണ്ടിട്ട് ആ ഒരു പരിപാടി നോക്കുകയാണ്, പക്ഷെ വർക്കാവത്തില്ല, നാണം കെടാനാണ് സാധ്യത. പിന്നെ ആര്യനും ജിസയിലും കൂടെ കുറച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ആര്യം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ മന്തും നമ്മൾ മേപ്പോട്ട് പോകണം, നമ്മുടെ ഗ്രാഫ് ഉയർന്നുയർന്ന് പോകണം എന്നൊക്കെ ആര്യം പറയുന്ന കേട്ട് സത്യം പറഞ്ഞപ്പോൾ അവനത് പറയുന്ന കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയി. ഇവനപ്പം മനസ്സിലാവുന്നില്ല ഇവൻ എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നതെന്ന്. ഇവൻ ഓരോ മാസമല്ല, ഓരോ ആഴ്ച കഴിയുമ്പോഴും ആരും ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് ഇവൻ ആര് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും ആദിലയൊക്കെ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായിരുന്നു ശൈത്യ എന്തായിരുന്നു, അതാണ് ഞാനിപ്പോൾ എന്നൊക്കെ ആദില പറയുന്നുണ്ട്, അതായത് അനുമോളുടെ കൂടെ നിൽക്കുന്നതിന്. പക്ഷെ ആദിലയ്ക്ക് അറിയാം, ആദില പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ നൂറയുടെ കാര്യം പറയുന്നുണ്ട്, നൂറയോട് ഞാനൊന്നും പറയത്തില്ല, അവൾക്ക് അവളുടെ ഗെയിമായിട്ട് മുന്നോട്ട് പോകാം, ഞങ്ങളിപ്പോൾ രണ്ടാളുകളാണല്ലോ, അപ്പം ഞാൻ അവളോട് എന്തെങ്കിലും പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈൽഡ് കാർഡുകൾ അവർ പുറത്തിരുന്ന് ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് രേണു സുധി ഒന്നും മൈൻഡ് ചെയ്യണ്ട, രേണു സുധിക്കൊന്നും ഗെയിമൊന്നും ഇല്ല, അവൾ ഇവിടുന്ന് പോകും, നമ്മൾ അവളെ അല്ല ടാർഗറ്റ് ചെയ്യേണ്ട, അവളെയും ശൈത്യമൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അവരെ നമ്മൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ 5 വൈൽഡ് കാർഡ്സും കൂടെ, 5 4 പേരേ ഉള്ളൂ, മറ്റേ സാബുമാന അവനില്ല, ബാക്കി 4 പേരും കൂടെ ചേർന്നിരുന്ന് അവരിങ്ങനെ ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല ഗെയിമാണ്, ഒന്നിച്ചങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ അടിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. പക്ഷേ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ജിഷിനുള്ളതുകൊണ്ട്. ജിഷിൻ അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും വേണമെന്ന മറ്റേ ബിഗ് ബോസിന്റെ നെഞ്ചം ചവിട്ടും എന്നുള്ളൊരു പരിപാടിയിലാണ് ജിഷിൻ പോകുന്നത്. അനീഷിന്റെ സാധനം, പക്ഷേ അനീഷിന് അത് വർക്കാവും, കാരണം അയാൾക്ക് ഇത്തിരി തലയുണ്ട്, എവിടെ അങ്ങനെ നിൽക്കണോ എവിടെ മാറി നിൽക്കണോ എന്ന് പുള്ളിക്കറിയാം. പക്ഷേ ജിഷിൻ അത് അറിയത്തില്ല. ജിഷിൻ അത് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഒരു കാര്യമില്ലാതെ നെവിനെ ചൊറിയാൻ പോയത്. നമ്മുടെ നെവിനെ ചൊറിയുന്നതിന് മുന്നേ മനസ്സിലാക്കണമായിരുന്നു, ഒരേ ടീമിലാണ്, അവനാണ് ക്യാപ്റ്റൻ, അവനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നാളെ എനിക്ക് പണി തരും. ഇത് അനീഷാണെങ്കിൽ ചിന്തിച്ചാണ്, അനീഷ് അത് നോക്കിയാൽ നിൽക്കത്തുള്ളൂ. പക്ഷെ ഇവൻ അത് ചിന്തിച്ചില്ല, ഇവൻ ചുമ്മാ പോയി അങ്ങ് കിട്ടുന്നിടത്തെല്ലാം അങ്ങ് മാന്താൻ നിൽക്കുക. അത് ജിഷിന് അധികം വൈകാതെ തന്നെ പുറത്തേക്ക് വഴി കാട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡിൽ നടന്ന ഗംഭീരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ലൈവിൽ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ അനുമോളുടെ കേസ് സംസാരം. അനുമോൾ ഇപ്പം ഞാൻ നോക്കാൻ നേരത്ത് രേണുസുതിയെ പിടിച്ചിരുത്തിയാണ് കഥ പറയുന്നത്. വേറെ ആരും ഇല്ല അനുമോൾക്ക് ഇപ്പം കഥ പറയാനായിട്ട്, ആരും നിന്നു കൊടുക്കുന്നില്ല, ആർക്കും കേൾക്കണ്ടെന്നുള്ള. ജിസയിൽ പിന്നെ ആ ജയിലിലിരിക്കുമ്പോൾ കുറച്ച് കേൾക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ജിസയിൽ തിരിച്ചു പറയുന്നത് അനുമോൾ കേൾക്കാൻ നിൽക്കുന്നില്ല. അത് അറ്റ് ലാസ്റ്റ് അനുമോളുടെ ഗെയിമാണ്, അനുമോൾ പറയുന്നത് മാത്രം പുറത്തേക്ക് വന്നാൽ മതി, മറ്റുള്ളവർ പറയുന്നത് എടുക്കേണ്ട കാര്യമില്ല അനുമോളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ. കാരണം അനുമോളുടെ ഗെയിം അതാണ്. പക്ഷേ അങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റപ്പെട്ടു പോകും. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനുമോൾ ഇറക്കേണ്ട കാര്യമില്ല, ഒറ്റപ്പെട്ട് പോകും. അതാണ് ഇപ്പോൾ അനുമോൾക്ക് അവിടെ സംഭവിക്കുന്നത്. രേണുവിൻ്റെ അടുക്കലാണ് പോയിരുന്ന കഥ പറയാം. ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേ, വേറെ ആരുമില്ല. രേണു ആണെങ്കിൽ മറ്റേ തലയും ചൊറിഞ്ഞാ മോളെ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല, തിരിച്ചൊരു റിപ്ലൈ ഒന്നും ഇല്ല. അനുമോൾക്ക് പറ്റിയത് രേണുവാണ്, എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരുന്നോളും, തിരിച്ചൊന്നും പറയത്തില്ല. പക്ഷേ ആദിലയൊന്നും അങ്ങനെയല്ല. ആദിലയൊക്കെ തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന്റെ മുമ്പിൽ അനുമോൾ പതറിപ്പോവും. കാരണം അനുമോൾക്ക് ഉത്തരം കാണില്ല, ഉത്തരം ഉറപ്പായിട്ടും കാണില്ല. കാരണം അനുമോൾ ഗെയിം കളിക്കുക, ആ ഗെയിമിൽ ക്വസ്റ്റ്യൻസ് ഇല്ല. ആ ഗെയിമിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പതറിപ്പോവുക തന്നെ ചെയ്യും. അത് പതറിപ്പോകുന്നുകൊണ്ട് അതിനകത്തു നിന്നൊക്കെ നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അനുമോളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും അത് തലയിലോട്ട് കയറ്റാൻ പോകത്തില്ല. അവർ നോക്കുമ്പോഴത്തേക്ക് അയ്യോ അനുമോള് പാവം മോള്, അവളെ എല്ലാവരും കൂടെ കല്ലെറിയുന്ന കണ്ടോ, പാവം കുഞ്ഞ്, നമ്മുടെ വീട്ടിലെ കുഞ്ഞല്ലേ അവള് എന്നൊക്കെ എല്ലാവർക്കും തോന്നും. അതിനകത്ത് ആരെയും പറയാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും.
ആരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ലൈക്ക് അനിമോൾക്ക് അറിയാം എന്താണ് ആളുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അത് അനിമോൾ ചെയ്യുന്നുണ്ട്. അതിൽ അനിമോൾ വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും വിജയിച്ചല്ല നിൽക്കുന്നതെന്ന് ഞാൻ പറയത്തില്ല, വിജയിച്ചാണ് അനിമോൾ നിൽക്കുന്നത്. പക്ഷേ മുന്നോട്ട് എത്ര നാൾ ആ ഒരു സ്ട്രാറ്റജി കൊണ്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ ചില ചോദ്യങ്ങൾ തിരിച്ചു വരുമ്പോൾ മിണ്ടാൻ പറ്റാതെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓടിപ്പോകുന്ന പരിപാടി കാണിച്ചാൽ, അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങും. പിടികിട്ടിയില്ലേ? അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എന്തായാലും മനസ്സിലായി, പുറത്തേക്കും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പണി പാളും എന്നാണ് ഇത് എൻ്റെ ഒരു സംശയമാണ്. എന്താണെങ്കിലും എല്ലാവരും അവനവരുടെ ഗെയിം നന്നായിട്ട് കളിക്കട്ടെ. ബാക്കി ഞാൻ പോയിരുന്ന് കാണട്ടെ ലൈവ്. എന്നിട്ട് അടുത്ത അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.